പരിചയമില്ലാത്ത ഒരൊറ്റ മലയാളി പോലും ഇല്ല. അപ്പൊ നമ്മൾ യഥാർത്ഥ അപ്പി ഹിപ്പി ഇപ്പോഴും നമ്മളിവിടെ കോട്ടയത്തുള്ളത് അദ്ദേഹത്തോടൊപ്പമാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പി ഹിപ്പിയെ അറിയാവുന്നവർക്കും അതുപോലെ ഈശോനെ കണ്ടിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ഇത് ഈശോയുമാണ് അപ്പി ഹിപ്പി ആണല്ലേ? ഇത് കുഴപ്പം പിടിച്ച ചോദ്യമാണുള്ളത്. ഈശോയാണോ അപ്പി ഹിപ്പിയാണോ? രണ്ടും ഒരാളാണ്. അതാ അന്നത്തെ ആ ഒരു ഹിപ്പി ഹെയർ സ്റ്റൈലൊക്കെ മാറ്റുന്നത് അതൊക്കെ വെട്ടി. ആ ഹിപ്പി ഹെയർ സ്റ്റൈലൊക്കെ എപ്പൊ കളഞ്ഞു? അത് കളഞ്ഞോണ്ടിരിക്കരുത്, തനിത്താനല്ലേ വെട്ടുന്നേ. അത്രേ ഉള്ളൂ. ഇന്ന് വരെ ഇല്ല, പുറത്തുനിന്നുള്ള പരിപാടിയില്ല. ബാർബർ ഷാപ്പിന്റെ ആവാൻ അറിയാമല്ല. അതുകൊണ്ടാണ് മുടി അത്രയും വളർന്നത്. അപ്പൊ ഇപ്പൊ മുടി ഇത്രയൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് പണ്ടേ ഉള്ള കമ്മലല്ലേ? അല്ലല്ല, കമ്മൽ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെയല്ല, പണ്ടേ കാത് കുത്തിയേക്കുന്നതല്ല. അത് ഒത്തിരി വർഷങ്ങളായി. പണ്ടൊന്നും ചെറുപ്പമൊന്നുമില്ല. ഒരു അഞ്ചെട്ട് വർഷത്തോളമായി. ഞാൻ ലെജൻഡറി എന്ന് പറഞ്ഞപ്പോഴാണ് ഗിറ്റാർ മുമ്പിലോട്ട് വന്നു. അപ്പൊ ഇപ്പോഴും ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പം അങ്ങനെ വലിയ സ്റ്റേജ് പ്രോഗ്രാംസിന്റെ അധികം ഞാൻ അങ്ങനെ പോകാറില്ല. കാരണം മറ്റൊന്നുമല്ല, മെനക്കേട് ഒന്നത്. പിന്നെ അത് പിള്ളേർ കേസ് കിട്ടിയാൽ കളിക്കുമ്പോൾ നമുക്കിപ്പോൾ മെയിനായിട്ടുള്ള ഈ ജഡ്ജ്മെന്റ് ആണ്. ദാറ്റ് ഈസ് ബെറ്റർ. പിന്നെ റെക്കോർഡിങ് വരുമ്പോൾ അതിന് പോകുമ്പോൾ നമുക്ക് മറ്റേന്ന് വെച്ചാൽ ഈ സ്ഥിരം ഒരു പ്രൊഫഷണൽ ട്രൂപ്പിന്റെ കൂടി പോയി കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ മേ ബി ഹാവിങ് 30 days ഉണ്ടെങ്കിൽ 40 പ്രോഗ്രാമുള്ള പ്രോഗ്രാം ട്രൂപ്പുണ്ട്. എനിക്ക് അങ്ങനെ പറ്റൂല. പറ്റിയെന്ന് വെച്ചാൽ ഉറക്കളയ്ക്കുന്നതിന് സന്തോഷമാണ്. അതല്ല, എനിക്ക് വീട്ടിൽ ഹോം സിക്നെസ് പാട്ട് ഞാൻ. അപ്പൊ എനിക്ക് വീട്ടിൽ എവിടെ പോയാലും ഏത് ലോഡ്ജ് എടുത്ത് തന്നാലും ഏത് സ്റ്റാർ ഓർഡർ എടുത്ത് തന്നാലും പറഞ്ഞാൽ എനിക്ക് വീട്ടിൽ വരണം എന്നുള്ളതാണ്. അതാണ് നിർബന്ധം കേസ് കിട്ടാറ്. അല്ല, എനിക്ക് ഇതിനകത്ത് ഞാൻ ടോംസനോട് അദ്ദേഹത്തിന്റെ മകനോട് ഞാൻ പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല. ഈ ഗിറ്റാറും പിടിച്ചോണ്ട് ഈ പെണ്ണുങ്ങളുടെ കോളേജിന്റെ കൂടെ പോയി നിൽക്കുന്ന ഒരു സംഭവത്തെ പറ്റി ഈ പുള്ളിയെ കാണിച്ചിട്ടുണ്ട്. ഏതാ ഈ ആ പണിയൊന്നും എനിക്ക് പറ്റൂല. അതെന്റെ സംഭവം നല്ല കാര്യത്തില്ല. പള്ളി പോകുമ്പോ ഇപ്പം വരുമെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ചോദിച്ചപ്പോ ഈ ഗിറ്റാർ പിടിച്ചോണ്ട് ഈ പെണ്ണുങ്ങളുടെ കോളേജിന്റെ അവിടെ നിൽക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു. പറഞ്ഞ ആ പുള്ളി എന്നോട് പറഞ്ഞല്ലോ എങ്ങനെയാണെന്നറിയോ, സാറിപ്പോൾ ഒരു പള്ളിയിൽ നിന്നാണ് ഗിറ്റാറോട്ട് ഇറങ്ങി വരുന്നത് വെച്ചാൽ ദാറ്റ് ഇസ് ക്വയറ്റ് നാച്ചുറൽ. നമ്മളൊരു എന്തെങ്കിലും ഒരു കൊയറിന് പോകുന്നു, കല്യാണ കൊയറിന് പോകുന്നു, അല്ല പള്ളിയുടെ ആരാധനയ്ക്ക് വായിക്കാൻ പോകുന്നുമല്ല. അശ്വത്തി അതൊരു ഇറ്റ് ഇസ് ക്വയറ്റ് കോമൺ ആണത്. അശ്വത്തി പെണ്ണുങ്ങളുടെ കോളേജിനോടൊപ്പം നിൽക്കുക, ചുമ്മാ ഇത് നിൽക്കാന്ന് പറഞ്ഞാൽ അത് ആൾക്കാർ നോക്കും. അവിടെയാണ് നമ്മളെ കൊണ്ടുള്ള കളി അവിടെ നടത്തുന്നത്. അത് അവർക്ക് ഇത് സന്തോഷം ഉണ്ടാകാൻ വേണ്ടി ഞാനങ്ങ് സഹിച്ചു കൊടുക്കും. ടോംസിന്റെ കോമിക്കിൽ മാത്രമേ ഉള്ളൂ ഇതുപോലെ വായി നോക്കിയാലുള്ള യഥാർത്ഥത്തിൽ അപ്പീപ്പിക്ക് ആ പരിപാടിയേ ഇല്ല.